സൗദി അറേബ്യയിൽ ജയിലിൽ കഴിയുന്ന കോഴിക്കോട് സ്വദേശി അബ്ദുൾ റഹീമിന്റെ മോചനം വൈകും. കേസ് പരിഗണിക്കുന്നത് അടുത്ത ആഴ്ചയിലേക്ക് മാറ്റിവെച്ചിരിക്കുകയാണ്. VS രഞ്ജിത്ത് ചേരുന്നു വിശദാംശങ്ങളുമായി. രഞ്ജിത്ത്, നമുക്കിപ്പോൾ ബന്ധുക്കളുടെ പ്രതികരണങ്ങളിലേക്ക് ആദ്യം പോകാം. ഹാജരായിട്ടുണ്ട് വക്കീലിൻ്റെ ഡീറ്റെയിൽസ് ഒരു അരമണിക്കൂർ കഴിഞ്ഞാൽ 1 മണിക്കൂർ കഴിഞ്ഞാൽ കോടതി നടപടികളുടെ ഡീറ്റെയിൽസ് നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ അതിനെക്കുറിച്ച് പറയാൻ പറ്റുള്ളൂ. ബാക്കിയൊക്കെ നിങ്ങൾ പഴയ അതേമാതിരി തന്നെ സ്റ്റാറ്റസ്, ഒരു ചേഞ്ചും ഇല്ല. നമുക്ക് ഇന്ന് ഇരുന്നോ ഡേറ്റ് മാറ്റി അതിൻ്റെ കാരണങ്ങൾ 1 മണിക്കൂർ കഴിഞ്ഞാൽ അറിയാം. അതിന് മുമ്പ് ഒന്നുമില്ല. വെറുതെ ജനുവരി 15 രാവിലെ 8 മണി, ഇവിടുത്തെ 10:30 മണി ഇന്ത്യൻ ടൈം. ഓക്കെ, താങ്ക് യു. VS രഞ്ജിത്ത്, ഇപ്പോൾ മോചനം വീണ്ടും നീളുന്നു എന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായിരുന്നു കോടതിയിൽ ഇന്നത്തെ നടപടിക്രമങ്ങൾ എന്നാണ് പറയുന്നത്? വിനിത, ഇത് 3-ാം തവണയാണ് റിയാദിലെ കോടതി ഇത് മാറ്റിവെക്കുന്നത്. 3-ാം തവണ മാറ്റിവെക്കുന്നു. കൃത്യമായ കാരണങ്ങൾ അറിഞ്ഞിട്ടില്ല. രണ്ടു ഭാഗത്തു നിന്നുമുള്ള വാദങ്ങൾ കോടതി കേട്ടിട്ടുണ്ട്. അതായത് റഹീമിൻ്റെ അഭിഭാഷകൻ്റെയും അതുപോലെ ആ യുവാവിൻ്റെ അഭിഭാഷകൻ്റെയും വാദങ്ങൾ കോടതി കേട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിൽ വിധി പറയാൻ മാത്രമാണ് ബാക്കിയുള്ളത്. സ്വാഭാവികമായിട്ടും ഇന്ന് ഉത്തരവുണ്ടാകും എന്നാണ് പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷേ ഇന്ന് ഉത്തരവുണ്ടായില്ല. ഇത് 3-ാം തവണ ഇത്തരത്തിൽ മാറ്റിവെക്കുന്നു. എന്തുകൊണ്ടാണ് മാറ്റിവെക്കുന്നത് ചോദ്യം ഈ നിയമസഹായ സമിതിയോട് ചോദിച്ചിരുന്നു. പക്ഷെ അതിന് കൃത്യമായ ഉത്തരം അവർക്ക് നൽകാൻ സാധിച്ചിട്ടില്ല. അഭിഭാഷകൻ മുഖേന അതിൻ്റെ കാരണം വ്യക്തമാക്കാൻ കുറച്ചുകൂടി സമയം വേണ്ടിവരും. കാരണം സാങ്കേതികമായ എന്തെങ്കിലും കാരണം കൊണ്ടായിരിക്കാം കോടതി ഇത്തരത്തിൽ കേസ് മാറ്റിവെക്കുന്നത് എന്നാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും റഹീമിന് വേണ്ടി 34 കോടി രൂപ പിരിച്ച് ഇന്ത്യൻ എംബസി വഴി തന്നെയാണ് ഈ ചെറുപ്പക്കാരൻ്റെ യുവാവിൻ്റെ കുടുംബത്തിന് കൈമാറാൻ വേണ്ടി ഏൽപ്പിച്ചിട്ടുള്ളത്. അത് ഏൽപ്പിക്കുന്നതിന് കോടതി വഴിയുള്ള ഒരു ഉത്തരവാണ് ഇനി വേണ്ടത്. അത്തരത്തിൽ കോടതി വഴി ഈ തുക കൈമാറി കോടതി ഉത്തരവ് പ്രകാരം റഹീമിൻ്റെ മോചനം സാധ്യമാവേണ്ടതാണ്. അത് ഇതുവരെ സാധ്യമായിട്ടില്ല. അല്പം മുമ്പ് റഹീമിൻ്റെ ഉമ്മ ഉൾപ്പെടെ ഇവിടെ പ്രതികരിച്ചിരുന്നു. വളരെ വൈകാരികമായിട്ടാണ് അവരൊക്കെ പ്രതികരിക്കുന്നത്. ഏതായാലും അത് കോടതിയുടെ സാങ്കേതികത്വം മാത്രമാണ്. ആ സാങ്കേതികത്വത്തിൽ കൂടുതൽ ഇടപെടാൻ സാധ്യമല്ല എന്ന രീതിയിൽ തന്നെയാണ് നിയമസഹായ സമിതി പ്രതികരിക്കുന്നത്. VS രഞ്ജിത്താണ് വിശദാംശങ്ങൾ നൽകിയത്.